അതെ കല്യാണി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പരിസരമൊക്കെ നോക്കിയിട്ട് വരാം. രതീഷേ, വരൂ, നിങ്ങളോട് വാ. എന്താ മോളെ? അല്ല, ആരൊക്കെയോ ഇങ്ങോട്ട് ബൈക്കിൽ പോയപ്പോ നോക്കിക്കൊണ്ട് പോയെന്നാ കിരണേട്ടൻ പറഞ്ഞത്. നമ്മൾ ഇവിടെ വന്നപ്പോഴും ഒരുത്തൻ ബൈക്ക് നോക്കി പോയെന്ന് പ്രകാശം പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും കിരൺ മോൻ കല്യാണ സമയത്ത് പോലും ഇങ്ങോട്ട് വരാതിരുന്നത് അല്ലേ? അങ്ങനെയാ കിരണേട്ടനും പറഞ്ഞത്. അല്ല, കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും പോകുന്നത് വരെ അപകടം ഒഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല മോളെ. പോയി കഴിഞ്ഞാലോ അമ്മൂമ്മ കൂടുതൽ അപകടം. അവൻ അനക്കൊണ്ടൊന്ന് നോക്കട്ടെ. എടാ, ഇനി അവൻ അനങ്ങില്ല. ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം പറ്റി നമുക്ക് കാട്ടിൽ വെച്ച്. എന്നാൽ ഇപ്പൊ അവന്റെ മരണം ഉറപ്പായി കഴിഞ്ഞു. സാറേ, സാറ് പറഞ്ഞ കാർ എങ്ങനെയല്ലേ ഇവിടെ എത്തിക്കണ്ടേ? എടാ, അത് ഞാൻ എത്തിച്ചോളാം. ഫ്രണ്ടില് വലിയ ആളൊന്നുമില്ലല്ലോ. മുമ്പിൽ കല്യാണച്ചനും സൂപ്പർവൈസറും സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. എടാ, അവരൊക്കെ നോക്കിയിട്ട് ഞാൻ പോത്തുള്ളൂ. അവരിങ്ങനെ പുറത്തുണ്ടെങ്കിൽ ഞാൻ അവരെ അകത്തേക്ക് പറഞ്ഞു വിട്ടോളാം. അല്ല, കല്യാണിക്ക് നല്ല സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അവള് സിക്സ്ത് സെൻസ് ഉള്ള പെൺകുട്ടിയാ. അതുകൊണ്ട് അവള് പലതും മണത്തറിയും. അതുകൊണ്ട് ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞാലും ഇതിൽ അവരെ ആശ്വസിക്കത്തേ ഉള്ളൂ. പിന്നെ മറച്ചു വെക്കാൻ പറ്റുന്നിടത്തോളം അത് നമ്മൾ മറച്ചു വെക്കണം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തതൊന്നുമല്ല. ഇവനെ ഞാൻ ചതച്ചാ വിട്ടത്. എങ്കിലും ഇവനെ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല. അവന്റെ തലയിൽ ആഴത്തിലുള്ള മുറിവുണ്ട്. ആരെങ്കിലും ഇവന്റെ തലക്കടിച്ചായിരുന്നോ? ഏയ് ഇല്ല. ആരടിക്കാനാ സാറേ? എടാ, എന്തായാലും ഇതാരും എടുക്കണ്ട. ഇതുകൊണ്ട് ഇനി ആരെങ്കിലും തലക്കടിച്ചാണെങ്കിലോ? അല്ല, ഇവിടെ ആര് വരാനാ സാറേ? ഇനിയിപ്പോ അതിനെപ്പറ്റി ആരും ചിന്തിക്കണ്ട. അവൻ പോയല്ലോ. നമ്മളെല്ലാവരും അവന്റെ മരണം ആഗ്രഹിച്ചതാണെങ്കിലും എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് സാറാ. കല്യാണി ചേച്ചിയുടെ അമ്മയെ കൊന്നുകൊണ്ട് സാറിന് അവനോട് തീർത്ത ദേഷ്യം ഉണ്ടായിരുന്നു. അവൻ മരിക്കുന്നതുവരെ സാർ അവനെ ഇടിച്ച് പിഴിഞ്ഞായിരുന്നു. അന്ന് കാട്ടിൽ നിന്ന് ഇവനെ കൊണ്ടുവരുമ്പോഴും ഏതാണ്ട് ജഡമായിട്ടാണ് അവൻ വന്നത്. അന്ന് പിന്നെ അവിടുത്തെ പച്ചില മരുന്ന് ഒഴിച്ചിലൊക്കെ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാ അവന് ജീവൻ തിരിച്ചു കിട്ടിയത്. ദേ, ഇപ്പോഴത്തെ ഈ മരണം വരെ ഞാൻ 3 തവണയാണ് ഇവന്റെ ശരീരം ഉടച്ചു വാരിയത്. രതീഷേ, ആ താക്കോലെന്താ? ഞാൻ കാർ എടുത്തോണ്ട് വരാം. വരൂ, വന്നേ. ഭാഗ്യം, ആരുമില്ല. സാറേ, ഇവന്റെ ബോഡി സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ എടുക്കാന്നല്ലേ പറഞ്ഞേ? അതെ, സദ്യ കഴിഞ്ഞ് പെണ്ണിനെയും ചെറുക്കനെയും യാത്രയാക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. എനിക്ക് പിന്നെ ആ സമയത്ത് ഇവിടെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. ആഹാരം കഴിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ബോഡി കൊണ്ട് വീട്ടിലോട്ട് പോകണം. അതിനുശേഷം വലിയൊരു കുഴിയെടുക്കണം. അതൊക്കെ ഞാൻ ഏറ്റു സാറേ. സാറേ, ഇനി സദ്യ കഴിക്കാൻ ഞങ്ങളോട് നിൽക്കണം. ഇവന്റെ ബോഡി കൊണ്ട് പോയ പോരെ? നിങ്ങൾ സദ്യ കഴിച്ചിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ കാദംബരി അന്വേഷിക്കില്ലേ? അവർക്ക് സംശയം തോന്നണ്ട. കഴിച്ചിട്ട് മെല്ലെ പോവാൻ നോക്ക്. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് കാദംബരിയോ അമ്മൂമ്മയൊക്കെ ചോദിച്ചാ ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. അല്ല, സാറെപ്പോ എത്തും. അവരെ യാത്രയാക്കിയാൽ ഉടനെ ഞാൻ എത്തിക്കോളാം. ഇവിടെ നിന്ന് എന്തായാലും എല്ലാവരും കാർത്തിയുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. അതിനിടയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയാക്കി തിരിച്ചു വരണം. സാറേ, സാറിന്റെ വീടിന്റെ പ്രവേശത്ത് മറയുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും പുഴയിൽ ഇവന്റെ ശരീരം കല്ല് കെട്ടി താഴ്ത്തിയ പോരെ? അല്ല രതീഷേ, അത് റിസ്ക്കാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഇങ്ങനെ ഒരുത്തന്റെ ശരീരം പുഴയിൽ ചത്തു പൊങ്ങിയാലും പോലീസ് അന്വേഷിക്കൂ സാറേ. ഒന്നും പറയാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാൽ ഏത് ക്രിമിനലിനെയും പുണ്യാളനാക്കുന്ന സമൂഹമാണ് നമ്മുടേത്. പിന്നെ അവൻ വിശുദ്ധനാവും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഗുണ്ടകളുടെയും കൊലയാളികളുടെ ഒക്കെ കഥകള് ജിജ്ഞാസയോടെയാണ് ആളുകൾ വായിക്കുന്നത്. അവരെയൊക്കെ വീരപുരുഷന്മാരാക്കുകയാണ് നമ്മുടെ ഈ സിനിമയിലൊക്കെ സൂപ്പർ സ്റ്റാറുകളെ പോലെ. അതുകൊണ്ട് നമ്മൾ പഴുതടച്ച് തന്നെ മുന്നോട്ട് പോകണം. ശരി സാറേ. എന്നാ പിന്നെ നിങ്ങൾ അവിടെ ചെല്ല്. എന്തെങ്കിലും കഴിക്കുക. ഞാൻ ഈ വണ്ടി മുന്നിൽ കൊണ്ടിടാം. ചെല്ല്. അവിടെ ചെല്ലുമ്പോൾ ചുറ്റുപാടെല്ലാം ശ്രദ്ധിച്ചോണം. ചുറ്റുപാട്ടത്തെങ്ങും ആരുമില്ലാന്ന് ഉറപ്പിച്ചേക്കണം. അടച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നിങ്ങൾ ഇവിടെ എത്തിയില്ലോ. എടാ, കല്യാണി വരുന്നു. ഞാൻ ഇങ്ങോട്ട് വിളിച്ചോളാം. അതെ, എന്താ സദ്യ കഴിക്കാൻ വരാതിരുന്നേ? കല്യാണി, സദ്യ അല്ലല്ലോ പ്രധാനം. ഞാൻ കഴിച്ചോളാം. ചേച്ചിക്ക് പോകാനുള്ള സമയമായി. ആ സമയത്ത് ഇങ്ങനെ മാറി നിന്നാ പറ്റുമോ? നീ സന്തോഷത്തോടെ കാർത്തിക യാത്രയാക്കാൻ നോക്ക്. അപ്പൊ അങ്ങോട്ട് വരുന്നില്ലേ? എന്റെ കല്യാണി, അവര് പോയി വീട്ടിനകത്ത് കയറുന്നത് വരെ എനിക്ക് സമാധാനമില്ല. ഒരുത്തിന് ഓഡിറ്റോറിയത്തിൽ വരുമെന്ന് ഭയന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ല. കാർത്തിയേച്ചും ലക്ഷ്മിയമ്മയും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു കിരൺ എവിടെയെന്ന്. ഫോട്ടോ എടുക്കാൻ പോലും ഒന്നും ശരിക്കും കിട്ടിയില്ല. എല്ലാത്തിനും ഞാൻ വന്നല്ലോ. മംഗളമായിട്ട് എല്ലാം നടക്കുകയും ചെയ്തില്ലേ? ഞാൻ ആ രതീഷിനെയും വേലുവിനെയും പുറത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞിട്ട് വെളിയിലേക്ക് പറഞ്ഞുവിട്ടിരിക്കുക. ഏതായാലും കിരണേട്ടൻ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ നോക്ക്. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. ഇതൊട്ടും സഹകരിക്കാത്ത പോലെ ആയിപ്പോയി. ആര് പറഞ്ഞു സഹകരിച്ചില്ലെന്ന്? സദ്യ അടക്കം എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവിടെ കെട്ട് നടക്കുന്ന സമയത്ത് ഞാൻ പാചകക്കാരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൽ പോലും വിഷം കലരാൻ പാടില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ടാണ് സദ്യ പോലും വിളമ്പിയത്. കിരണേട്ടൻ ഈ കല്യാണം നടത്താൻ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. ഇന്നിവിടെ കല്യാണം നടക്കുന്നുണ്ടെന്ന് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഭയക്കേണ്ട കാര്യം എന്താ? ആര് പറഞ്ഞില്ലാന്ന്? ഇതിന്റെ പരിസരത്തൊക്കെ ആളുണ്ടായിരുന്നു. എന്റെ ബലമായ സംശയം അവനെല്ലാം അറിഞ്ഞു കാണുമെന്ന. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ താലി കെട്ടുന്ന സമയത്ത് മണ്ഡപത്തിലേക്ക് കയറി വരില്ലായിരുന്നോ? ഇനിയിപ്പൊ പേടിക്കാനൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ചെറുക്കനും പെണ്ണിനുമാ സംരക്ഷണം ഒരുക്കേണ്ടത്. അങ്ങോട്ട് പെട്ടെന്ന് വന്നോണം. ഇനി പേടിക്കണ്ട. അപകടങ്ങളൊക്കെ ഏതാണ്ട് ഒഴിഞ്ഞു പോയേക്കുവാ. മോളെ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ദിലീപുമായിട്ട് അധികം പുറത്തൊന്നും ചുറ്റണ്ട. ദിലീപിന്റെ ആൾക്കാരും ബന്ധുക്കളും ഒക്കെ ഇനിയാ കല്യാണത്തെ പറ്റി അറിയാൻ പോകുന്നേ. അവരൊക്കെ നിങ്ങളെ ഇനി വീട്ടിൽ വന്ന് കണ്ടോട്ടെ. അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്തിറങ്ങിയാൽ മതി. ഇന്നത്തെ ദിവസമായിരുന്നു ഞങ്ങളൊക്കെ ഭയന്നിരുന്നത്. ഈ ദിവസം കടന്നു കൂടിയില്ലേ അമ്മേ? ഇനിയിപ്പോ കൂടുതലായിട്ട് പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഒരു ആത്മവിശ്വാസം എനിക്കില്ല മോളെ. ചേച്ചി പുറപ്പെടാറായില്ലേ? കിരൺ എവിടെ? ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. കിരണിനെ ശല്യം ചെയ്യണ്ട. കിരൺ മോൻ എല്ലാം മംഗളമായിട്ട് നടക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റിയുടെ ജോലിയാ ചെയ്തോണ്ടിരിക്കുന്നത്. പുറത്തെല്ലാം ചുറ്റി നടന്ന് നോക്കുമായിരുന്നു. അതുകൊണ്ടാ മുഹൂർത്ത സമയത്ത് പോലും മാറി നിന്നത്. യാത്ര പറയാൻ സമയമായപ്പോ പോവാൻ തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? ഇഷ്ടപ്പെട്ട ആളിനെ പോലെ പോന്നേ. പിന്നെന്താ? അവിടെ ചെന്ന് കഴിഞ്ഞാ കുറച്ചു ദിവസം കഴിയുമ്പോ ദിലീപേട്ടനെ പിരിയാനായിരിക്കും വിഷമം. നീ ഒന്ന് പോടി. അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ടാ എന്റെ ബിസിനസ് പങ്കാളിയാവാൻ ദിലീപേട്ടനെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നത്. ദിലീപേട്ടനെ അമ്മയെ എല്ലാം
നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നും കാണാലോ. പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും വാശി പിടിക്കരുത്. രണ്ടുപേർക്കും കുഴപ്പമില്ലാത്ത തീരുമാനങ്ങളെ എപ്പോഴും എടുക്കാവൂ. അത്തരം ഉപദേശങ്ങളൊന്നും ചേച്ചിക്ക് കൊടുക്കണ്ടമ്മേ. അതൊക്കെ ചേച്ചിക്ക് നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാം. അവിടെ ഞങ്ങൾ ഇറങ്ങാൻ പുറപ്പെടാൻ നിൽക്കായിരുന്നു. ഇവിടെ യാത്ര പറച്ചിൽ തീർന്നില്ലേ? ഞങ്ങൾ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. മോളൊന്നും ഒന്നും വിഷമിക്കണ്ട. അവിടെ മോളെ ഭരിക്കാനും പിടിച്ചു തിന്നാനൊന്നും ആരുമില്ല. ഉണ്ടെങ്കിലും ദേ ഈ ഞാൻ മാത്രമേ ഉള്ളൂ. അവര് കാറിന്റെ അടുത്ത് നിൽക്കുക. സത്യം പറഞ്ഞ ഓഡിറ്റോറിയത്തിന് പുറത്തിറങ്ങാൻ പേടിയാ. റോഡിലൂടെ സഞ്ചരിക്കാനും അങ്ങനെ തന്നെയാ. ഇപ്പൊ പിന്നെ അറിയാത്തവരൊക്കെ അറിഞ്ഞു തുടങ്ങുമല്ലോ കല്യാണം കഴിഞ്ഞെന്ന്. മോളെ എന്നാ ഇറങ്ങാം. എന്താ മോളെ ഇത്? പിടിക്കാൻ അമ്മയ്ക്ക് ഒറ്റ മോളാ, അതുകൊണ്ട് പിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ അമ്മ മാത്രമല്ല അനിയത്തിമാരുമായിട്ടും വീഴെ പിരിയാതെ നിൽക്കുകയായിരുന്നു കാർത്തിക. ആ ഒരു വിഷമം എല്ലാവർക്കും കാണും. അതെ, ഈ നാട്ടിലേക്ക് വന്നിട്ട് കുറച്ചേ ആയുള്ളൂവെങ്കിലും ഇവിടെയുള്ള എല്ലാവരുമായിട്ടും നല്ല സ്നേഹത്തിലായി അമ്മയും മോളും. അല്ല, അതുകൊണ്ട് കാർത്തികയെ വേർതിരിച്ചു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം അയാളുടെ തീരുമാനത്തിന് വിട്ടിരിക്കുക. ഒരുത്തനെ പേടിച്ചിട്ട് കുടുംബജീവിതം പോലും വേണ്ടാന്ന് വെച്ച പെൺകുട്ടിയെ. അങ്ങനെ ഒരാളെ കൂച്ചുവിലങ്ങിടാനൊന്നും ഞാൻ പോകുന്നില്ല. ഗംഗാപ്രസാദിന്റെ ഭീഷണി ഒഴിച്ചാലേ നീ ഭാഗ്യവാനാണ്. ബിസിനസ്സിൽ വിജയിച്ച ഒരു പെൺകുട്ടിയാണ് കാർത്തിക. ഇന്നത്തെ കാലത്തെ ചെന്നൈയിലും കേരളത്തിലും ഒക്കെ പേര് കേട്ട കാർത്തിക ഫുഡ്സിന്റെ MD എന്ന് പറയുമ്പോ അതത്ര നിസ്സാര കാര്യമൊന്നുമില്ല. ഓനറിയാലോ കാർത്തികയുടെ കാര്യങ്ങൾ. അവൾ MBA കഴിഞ്ഞ ഉടനെ തന്നെ ബിസിനസ് മുഴുവൻ ഏറ്റെടുത്ത് നടത്തി. അവളും അവളുടെ അമ്മയും കൂടെ ചേർത്ത്. ശരിക്കും ഗംഗാപ്രസാദിന്റെ അച്ഛന്റെ ബിസിനസ് ആയിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോ പിന്നെ ഇവരായിരുന്നു ഓൾ ഇൻ ഓൾ. ശരിക്കും ഗംഗാപ്രസാദിന്റെ പേര് പോലും അല്ല ബിസിനസ്സിന് ഇട്ടിരിക്കുന്നു. കാർത്തികമ്മളുടെ പേരാ കാർത്തിക ഫുഡ്സ്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ അവളുടെ ബിസിനസ് നടത്താനുള്ള പാഠവും. ഓരോരോ പയ്യന്മാര് തലതിരിഞ്ഞു പോയാ എന്ത് ചെയ്യും മോനെ? ഇതുപോലൊരെണ്ണം ഞങ്ങൾക്കും ഉണ്ട്. അറിയാമോ ആ കഥയൊക്കെ? അറിയാം. ശരിക്കും പറഞ്ഞാ കാർത്തികയുടെ രണ്ട് ആങ്ങളമാരും അങ്ങനെ ആയിപ്പോയി അല്ലെ? അതേ മോനെ. പക്ഷെ ഞാനും അവനും ഒക്കെ വൈകിപ്പോയി ആൺമക്കളെയും പെൺമക്കളെയും തിരിച്ചറിയാൻ. അല്ല, ഇന്നവൻ കഞ്ഞി കുടിച്ച് കിടക്കുന്നതേ പെൺമക്കളുള്ളത് കൊണ്ട്. അറവയ്ക്കുമെന്നാ ഞാനും അവനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് വളർന്നിട്ടും അച്ഛൻ മോനെ തലയിലെടുത്ത് വെച്ചോണ്ടാ നടന്നത്. എന്റെ അമ്മോ, അന്ന് പലഹാരങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോ എന്റെ മോനെ കല്യാണി മറഞ്ഞു നിന്ന് കൊതിവിടുന്നതല്ലാതെ ഒരു കഷ്ണം പോലും ആ കൊച്ചിന് കൊടുത്തിട്ടില്ല. അതൊക്കെ ഓർക്കുമ്പോ എന്റെ ചങ്ക് പൊട്ടുക. ഓള് വന്നല്ലോ, ഇനി കുട്ടിക്കൊണ്ട് വെക്കോ? കിരണേട്ടനോട് ഞാൻ വരണമെന്ന് പറഞ്ഞതാണല്ലോ. ഇതെവിടെ പോയി? അമ്മയോടും അനിയത്തോടും യാത്ര ചോദിച്ച് നിൽക്കുമായിരുന്നു. പുറപ്പെടേണ്ട സമയമായിട്ടും ഇങ്ങോട്ട് വരാത്തോണ്ടാ ഞാൻ പോയി വിളിച്ചോണ്ട് വന്നത്. എന്നാ പിന്നെ അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് മോളെ സന്തോഷത്തോടെ യാത്രയാവാം. മോളെ, ഒരുത്തൻ കത്തിയായിട്ട് പിന്നാലെ ഉണ്ട്. സൂക്ഷിച്ചോളണേ.